നിങ്ങൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെ കുട്ടികളുടെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കി ഒതുങ്ങി കഴിയുന്നവരാണോ? വിവാഹം കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലെ ഹസ്ബൻഡിന് തന്നെ പണിയെടുത്ത് കൊണ്ടുവരുന്ന പൈസയിൽ നിന്ന് ചോദിക്കാനും മടിയാകും. പിന്നെ പിള്ളേരുടെ ആവശ്യങ്ങൾ വന്നാലും അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായി അനുഭവിക്കുന്ന ആൾക്കാരാണോ? ഞാനും ആ തരത്തിലൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പ്ലാറ്റ്ഫോമുണ്ട്, ഇവിടെ ഓൺലൈനായിട്ടാണ് വർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഫ്രീ ട്രെയിനിങ്ങും ഫ്രീ മെമ്പർഷിപ്പും ലഭിക്കുന്നതാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ടെലഗ്രാമിൽ ഹായ് എന്ന കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ട്രെയിനിങ്ങും ഫ്രീ മെമ്പർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതെന്താണെന്ന് അറിയാനും കൂടുതൽ വിവരങ്ങൾ ഡീറ്റെയിൽസ് അറിയുന്നതിനും വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ഹായ് തരിക. നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മുടെ ഫ്രീ ടൈമിൽ ഉപയോഗിച്ച് 1-2 മണിക്കൂർ നമ്മൾ ദിവസത്തിൽ വർക്ക് ചെയ്താലും നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ എസ് എന്ന് കമൻറ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലെ ജോലികളും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഫ്രീ ടൈമിൽ നമ്മൾ ചെയ്താൽ മതി. 1-2 മണിക്കൂർ. അപ്പോൾ 5 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്. 5 ദിവസത്തെ ട്രെയിനിങ് ഫ്രീ ട്രെയിനിങ്ങും ഫ്രീ മെമ്പർഷിപ്പുമാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത ശേഷമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ടെലഗ്രാമിലേക്ക് ഹായ് തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 5 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്താലാണ് വർക്കും ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ എത്രമാത്രം സ്റ്റേബിൾ ആകാനായിട്ട് പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കമ്പനി എന്താണ്, ഓപ്പർച്യൂണിറ്റി എന്താണെന്നൊക്കെ പഠിച്ച ശേഷം മനസ്സിലാക്കിയ ശേഷമാണ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ടെലഗ്രാമിലേക്ക് ഹായ് തരിക. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്.